ഹായ്. അപ്പോൾ നമ്മൾക്ക് വാട്ടയീറ്റിനിടയിലേക്ക് കിടക്കാം അല്ലേ. വാട്ടയീറ്റിനിട എന്ന് പറയുമ്പോൾ ഉലുവ വെള്ളവും ബദാമും ഒഴിവാക്കിയിട്ടുള്ള ഒരു വാട്ടയീറ്റിനിട ഇല്ല. പിന്നെ നല്ല റാഗി ചായയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഏറ്റവും നല്ലതാണ്. ഇത്ര ചൂടല്ലേ, എന്തൊരു ചൂടാണ് അല്ലേ. ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത്തിരി മധുരമൊക്കെ ഇട്ട റാഗി ചായ. ഇത് ഉലുവ മുളപ്പിച്ച തലേദിവസം ഉലുവ എടുത്തിട്ട് നമ്മൾ തുണിയൊക്കെ കിഴിയൊക്കെ കെട്ടി വെച്ച് മുളപ്പിച്ച് അത് ചേർത്ത ദോശയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളി ചേർത്തിട്ടില്ലേ. പിന്നെ ദോശയ്ക്ക് ഏറ്റവും നല്ലത് എന്താ, സാമ്പാർ ചട്നി, നല്ല ചൂടുള്ള സാമ്പാർ ചട്നി. ഒരു ആവറേജ് മലയാളിയുടെ വീട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇനി ഉച്ചയ്ക്ക് മുട്ടക്കറി, കൊള്ളി, പിന്നെ അയ്യോടാ സ്ലിപ്പായതാടോ. അപ്പോൾ നല്ല എരിവുള്ള മുട്ടക്കറിയാണ്. പിന്നെ കൊള്ളി എന്ന് പറയുമ്പോൾ കപ്പ, അതായത് നമ്മൾ ഉപ്പേരി കാച്ചില്ലേ കപ്പ, അത്. പിന്നെ മുട്ട എന്നൊക്കെ പറയണത് ശരിക്കും ഡെയിലി നമുക്ക് ആഹാരത്തിൽ വേണ്ടതാണല്ലോ. 4 മണിയിലത്തെ ചായ പുറത്തുനിന്നായിരുന്നു കേട്ടോ. ജോലിയുടെ ഭാഗമായിട്ട് പോണ്ടി വന്നപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് മണ്ണുത്തി ഹൈവേ എത്തുന്നതിന് മുമ്പ് ഒരു കടയുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കടയാണ്, വെറൈറ്റി സ്നാക്സ് കിട്ടും. ഇതാ കണ്ടില്ലേ ഈ വഴനയില, നമ്മൾ ചക്കട, എന്തൊരു ടേസ്റ്റാണെന്ന് പറയും. നല്ല മധുരമാണ് കേട്ടോ ഈ ചക്കട. പിന്നെ ആ വഴനയിലയുടെ ഒരു മണവും, നല്ല അടിപൊളി സ്നാക്കാണ്, നല്ല ഹെൽത്തി സ്നാക്കല്ലേ, അങ്ങനെ ഓയിലൊന്നും ഇല്ലല്ലോ. പിന്നെ നല്ല സൂപ്പർ ഒരു ചായ. അപ്പം 4 മണിയിലത്തെ ചായ അങ്ങനെ പോയി. പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണ പോലെ ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്ന മുളകൊക്കെ ചതച്ച് ഉപ്പേരി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി, നിറയെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട്. പിന്നെ 2 ബ്രെഡ് ബട്ടറിൽ ഒന്ന് സോർട്ട് ചെയ്തെടുത്തതും, പിന്നെ എന്താ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്, ഒരു റോബസ്റ്റ പഴം, ഇതൊക്കെ ഇങ്ങനെ ഈ തട്ടിക്കൂട്ട് അത്താഴമാണ് കേട്ടോ. രാത്രി അധികം ഊണ് കഴിക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് അത്താഴം കഴിക്കുന്നത് നല്ലതാണ്. വീട്ടിലെല്ലാവരും സാധാരണ പോലെ കഴിച്ചാൽ ഞാനിങ്ങനെയൊക്കെ ഇത് കഴിച്ചാൽ പിന്നെ ഞാൻ രാത്രി വേറെ ചോറൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഈ മധുരക്കിഴങ്ങും പിന്നെ ഈ ബ്രെഡ് ഇങ്ങനെ നല്ല ബട്ടറിൽ സോർട്ട് ചെയ്ത ബ്രെഡൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ എപ്പോഴെങ്കിലും. അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ മല്ലിവെള്ളം ഈ ചൂടിന് ഏറ്റവും പ്രധാനമാണ് കേട്ടോ ഇതൊക്കെ.